ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തുടർച്ചയായി കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പോലും ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഭാഗത്ത് നിന്ന് എമ്പുരാൻ്റെതായിട്ട് പുറത്തു വരുന്നില്ലെങ്കിൽ പോലും എമ്പുരാനെ കുറിച്ചുള്ള ചർച്ചകളാണല്ലോ ഓരോ മിനിറ്റിലും നമുക്ക് എക്സിൽ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. 5-6 മാസങ്ങൾക്ക് മുന്നേ നവംബർ മാസം തിയേറ്റർ റിലീസ് ഒഫീഷ്യലായിട്ട് മാർച്ച് 27 എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച എമ്പുരാൻ എന്ന സിനിമയുടെ റിലീസ് തീയതി മാറ്റിയോ എന്നൊരു ചോദ്യമാണ് ഇന്നേ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു ചോദ്യം ഇന്ന് ശക്തമാകാനുള്ള കാരണം പ്രേക്ഷകർക്ക് അറിവുള്ളതാണല്ലോ. ഇന്ന് മാർച്ച് 10 മാർച്ച് 27 തീയതി തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച എമ്പുരാന് വേണ്ടി ഇന്ന് മാർച്ച് 10 പോലും ഒരു അപ്ഡേറ്റ് വരുന്നില്ല എങ്കിൽ പലരും കരുതുക സിനിമയുടെ റിലീസ് മാറ്റി എന്ന് തന്നെയായിരിക്കും. എന്നാൽ ഈ നിമിഷവും പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് സിനിമയുടെ റിലീസ് ഇനിയും മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ്. അത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ന് ആശീർവാദിൻ്റെ വിദേശ രാജ്യത്തെ വിതരണ കമ്പനിയുടെ ഏറ്റവും പുതിയ പോസ്റ്റാണ്. AVD ഹോളിവുഡ് എന്ന പേജ് എക്സ് പേജ് പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം USA ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ ആരാധകരെ കാണാനായിട്ട് ലാലേട്ടൻ മാർച്ച് 16 തീയതി എത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് ലൂസിഫറിൽ കൂടി അഭിനയിച്ച ജിജു ജോൺ പുറത്തുവിട്ടൊരു വീഡിയോ ആശീർവാദിൻ്റെ ഹോളിവുഡ് പേജ് പുറത്തുവിട്ടത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇനിയും സിനിമയുടെ റിലീസ് തീയതി മാറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് പൂർണ്ണമായിട്ടും കഴിയില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഓരോ ദിവസം കഴിയുമ്പോഴും അടുത്ത ദിവസങ്ങളിൽ എമ്പുരാൻ്റെ അപ്ഡേറ്റ് വരുമെന്ന ഒരു പ്രതീക്ഷയാണ് നമ്മുടെ പ്രേക്ഷകർക്കിടയിലുള്ളത്, നമുക്കുമുള്ളത്. നാളെയെങ്കിലും സിനിമയുടെ അടുത്തൊരു ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കുന്നു. എന്തായാലും വൈകാതെ തന്നെ അപ്ഡേറ്റ് പുറത്തുവരട്ടെ എന്ന് ആശംസിക്കാം. ഇനിയും അപ്ഡേറ്റ്സ് ഡിലേ ആകുന്നതിൻ്റെ കാരണം നേരത്തെ പല വീഡിയോകളിൽ പ്രേക്ഷകരെ അറിയിച്ചതാണ്, റൈറ്റ്സ് സോൾഡ് ആകാത്തത് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കൂ എമ്പുരാൻ്റെ അടുത്തൊരു കൃത്യമായ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്.